വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓണപ്പരീക്ഷ വരികയാണ്. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ 2024 ഹിന്ദി ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് 3 നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നന്നായി വായിക്കണം എന്നാണ്. രണ്ടാമത്തെ നിർദ്ദേശം ഗതിവിധി ഏക്ക് ആക്ടിവിറ്റി 1ൻ്റെ ഉത്തരം നിർബന്ധമായിട്ട് എഴുതണം എന്നാണ്. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് എല്ലാവരും എഴുതണം. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് വായിക്കാം. ഇത് പുറത്തു നിന്നുള്ള ഒരു ചോദ്യമായിരിക്കും കേട്ടോ. നിങ്ങളുടെ പാഠത്തിലുള്ളതൊന്നും ആവില്ല. പുറത്തുനിന്നുള്ള ഒരു പാസേജ് തരും. എന്നിട്ട് ആ പാസേജിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ കൂട്ടുകാർ പാസേജ് നന്നായി വായിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. മേം കേരൾ ഹും, ഞാൻ കേരളമാണ്. മേരാ ജന്മ 1 നവംബർ 1956 ഹുവ, ഞാൻ ജനിച്ചത് നവംബർ 1 1956 മേരി ഭാഷ മലയാളം ഹേ, എൻ്റെ ഭാഷ മലയാളമാണ്. മേരാ മുഖ്യ ത്യോഹാർ ഓണം ഹേ, എൻ്റെ മുഖ്യമായ ഉത്സവം ഓണമാണ്. മേരി രാജധാനി തിരുവനന്തപുരം ഹേ, എൻ്റെ രാജധാനി, എൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ ഈ പാസേജ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാണ് കേട്ടോ. ഈ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്ക് വീതമാണ്. അതായത് ടോട്ടൽ 5 മാർക്കാണ് ഈ ഒരു ഒറ്റ ആക്ടിവിറ്റി കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കേരൾ കാ ജന്മ കബ് ഹുവ, കേരളം എന്നാണ് ജനിച്ചത്. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. എന്താണ് ഉത്തരം? 1956 നവംബർ 1. ഇതാ പാസേജിൽ കണ്ടു ഇല്ലേ? പാസേജിൽ ഫസ്റ്റത്തെ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മേരാ ജന്മ 1 നവംബർ 1956. അപ്പോൾ അതിവിടെ ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ കൂട്ടുകാരത് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, കേരൾ കി മാതൃഭാഷ ക്യാ ഹേ, കേരളത്തിലെ മാതൃഭാഷ ഏതാണ്? അതും പാസേജിലുണ്ട്. ആൻസർ എന്താണ്? മലയാളം. മൂന്നാമത്തെ ചോദ്യം, കേരൾ കാ മുഖ്യ ത്യോഹാർ ഹേ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവം ഓണം, അത് പാസേജിലുണ്ടല്ലേ. ഇനി നാലാമത്തത്, തിരുവനന്തപുരം കിസ്കി രാജധാനി ഹേ, തിരുവനന്തപുരം ഏതിൻ്റെ തലസ്ഥാനമാണ്? ആൻസർ കേരൾ. അഞ്ചാമത്തെ ചോദ്യം, യഹ് ഗണ്ട് കിസ്കെ ബാരെ മേ ഹേ, ഈ ഒരു ഖണ്ഡിക എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ആൻസർ കേരൾ. ഈസി അല്ലേ മക്കളെ? 5 മാർക്ക് പുഷ്പം പോലെ കിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ആക്ടിവിറ്റിയിൽ 1 മാർക്ക് പോലും പോവരുത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിനും വരിക. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് നമ്മുടെ പാഠത്തിലെ ഒരു കവിതയാണ്. ദേശ് ഹമാര ഇല്ലേ, ആ ഒരു കവിത തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം ഇതാണ്, തുക്കാന്ത് ശബ്ദ് ചുൻകർ ലിഖേ, റൈമിംഗ് വേർഡ്സ് ഏതാനാണ്? ഒരെണ്ണം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹമാര താര. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ പാഠത്തിൽ വരുന്ന, ഈ കവിതയിൽ വരുന്ന റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ അറിയാലോ, ഒരേപോലത്തെ വാക്ക് അവസാനം വരുന്നത് അല്ലേ. ഇവിടെ ഹമാര താര, ഹമാര രഖ്വാര, ഹമാര സംവാര. അപ്പോൾ അത് ഇവിടെ എഴുതുക. ഇവിടെ ആൻസർ നോക്കൂ, ഹമാര രഖ്വാര, ഹമാര സംവാര. അപ്പോൾ അത് എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഇത് മാച്ച് ചെയ്യാൻ ഈ കവിത നോക്കിക്കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. കവിതയിലെ വരികൾ നോക്കുക, മാച്ച് ചെയ്യുക. അപ്പോൾ ആൻസർ നോക്കൂ, ചംകെ ജൈസെ ജഗുമഗ് താര, സത്യ അഹിംസ കാരക്വാര, ബലിദാനോംനെ ഉസേ സംവാര. അപ്പോൾ ഇത് മാച്ച് ചെയ്യാൻ സിമ്പിളല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റിക്ക് 5 മാർക്ക് കിട്ടി. ഈ ഒരു 3 മാർക്കും പിന്നെ മുകളിലെ ഈ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കും, അങ്ങനെ ടോട്ടൽ 5 മാർക്ക് കേട്ടോ. അടുത്ത ഗതിവിധി 3 ആണ്. ആക്ടിവിറ്റി 3 നോക്കൂ. വീണ്ടും ഒരു ബാദൽ ദാനിയിൽ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഗയ്യ കാ സമാനാർത്ഥ ശബ്ദ ലിഖേ, ഗയ്യ എന്നതിനു പകരം വരുന്ന വേറൊരു വാക്ക്. ആൻസർ ഗായ്, പശു. പശുവിനെയാണ് ഗയ്യ എന്ന് പറയുന്നത്. അപ്പോൾ പശുവിന് പറയുന്ന വേറൊരു വാക്കാണ് ഗായ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂക്കേ ഘാട്ട് പടി ഹേ ക്യാ, അതായത് ഉണങ്ങി, അവിടെ ഇങ്ങനെ ഉണങ്ങി നിന്നത് എന്താണ്? ആൻസർ നാവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ വരിയിൽ തന്നെ ഉണ്ട് അല്ലേ. 3ാമത്തെ വരി നോക്കൂ, സൂക്കേ ഘാട്ട് പടി ഹേ നയ്യ. നയ്യ എന്ന് പറഞ്ഞാൽ വഞ്ചിയാണ്. വഞ്ചിക്ക് പറയുന്ന വേറൊരു വാക്കാണ് നാവ്. അപ്പോൾ ആൻസർ എന്താണ്? നാവ്. 3ാമത്തെ ചോദ്യം, जल अमूल्य है, यह संदेश वाक्य जोड़कर जल സംരക്ഷൺ സംബന്ധി പോസ്റ്റർ തയ്യാർ കരേ. ജൽ അമൂല്യ ഹേ എന്ന ഒരു സെൻറ്റൻസ് വരുന്ന, എന്നൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്ന
ഒരു പോസ്റ്ററാണ്. കൂട്ടുകാർ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാലും ഞാനിവിടെ ഒരു പോസ്റ്റർ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ പോസ്റ്റർ നോക്കുക, പഠിക്കാം. നിങ്ങൾക്കതിന് എത്ര മാർക്ക് കിട്ടും? അതായത് ഒന്നാമത്തെ ക്വസ്റ്റിന് 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റിനും 1 മാർക്ക്, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിന് 3 മാർക്ക്. പോസ്റ്ററിന് നിങ്ങൾക്ക് 3 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ 5 മാർക്ക്. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ഖണ്ഡ് പഠിക്കർ പ്രശ്നോംക്ക് ഉത്തർ ലിഖേ. വീണ്ടും ഒരു പാസേജ് തന്നിട്ടുണ്ട്, എന്നിട്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നാരാ ഗീതിക്ക് പൂർത്തീകരേ. ഒരു മുദ്രാവാക്യത്തിൻ്റെ പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് പൂർത്തീകരിക്കാനാണ്. ഇത് വളരെ സിമ്പിളാണ്, കാരണം നമുക്ക് ഓൾറെഡി ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ മുദ്രാവാക്യത്തിൻ്റെ ഒരു പോയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ദേശ് ഹമാര മുദ്രാവാക്യത്തിൻ്റെ പോയാണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോപ്പി അടിച്ചിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ നോക്കൂ, സത്യ അഹിംസ ഖാ രഖ്വാര ഭാരത് മേര പ്യാര പാര. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേത് നോക്കിയിട്ട് എഴുതുക. ദേശ് ഹമാര ചംകെ ജയ്സെ ജഗ്മഗ് ത്യാര. അപ്പോൾ ഈ 2 വരി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സഹി മിലം. വീണ്ടും മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഇതെന്ത് ചെയ്യണം? ഇത് ഈ ഒരു പാസേജ് വായിച്ചാൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഒന്നാമത്തെ നോക്കാം നമുക്ക്. ഘനെ പേടോം സേ സജേ പർവ്വത്. ഇതിൻ്റെ ആൻസർ കിട്ടാൻ ഈസിയാണ്. കണ്ടോ, ഒന്നാമത്തെ വരി നോക്കിയേ, ഘനെ പേടോം സേ സജേ പർവ്വത്. കണ്ടോ, ഈ ഒരു സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഘനെ പേട് സജേ പർവ്വത്. അപ്പോൾ അത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത് എന്താ? ഗിൽഗിലാക്കർ. അപ്പോൾ ഇവിടെ ഗിൽഗിലാക്കർ എന്നുള്ള വാക്ക് നോക്കിയേ, ഗിൽഗിലാക്കർ ബഹ്തി നദിയാം. അപ്പോൾ ബഹ്തി നദിയാം എന്നപ്പുറത്തുണ്ടോ? ഇതാകെ എടുക്കുന്നു. അപ്പോൾ ഗിൽഗിലാക്കർ ബഹ്തി നദിയാം. 3 ഹര ഗംഗര ലഹ്ലഹാത്തേ ഗേത്ത്. 2 കിട്ടിയ പിന്നെ മൂന്നാമത്തെ നമ്മൾ വേറെ നോക്കണോ? നോ നീഡ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതിനും 5 മാർക്ക് കേട്ടോ. 3 + 2 5 മാർക്ക്. ഇനി നമുക്ക് അടുത്ത ഗതിവിധി നോക്കാം. അടുത്ത ഗതിവിധി എന്ന് പറയുന്നത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ചിത്രം. ഇതൊരു ഗ്രാമത്തിനെ കുറിച്ചിട്ടുള്ള ചിത്രമാണ്. നല്ല മരങ്ങളും പച്ചപ്പും കുറേ ആൾക്കാരും കിണറും കുറേ വീടുകളും അവിടെ ഒരു ആടും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാണ്, ചിത്ര ദേക്കർ വിവരൺ തയ്യാർ കരേ. ഈ ചിത്രം നോക്കിയിട്ട് നല്ലൊരു വിവരണം എഴുതാനാണ്. അപ്പോൾ ഇതിന് 5 മാർക്കാണ് കേട്ടോ. അപ്പോൾ വിവരണത്തിൻ്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യഹ് ഗാവ് ബഹുത്ത് സുന്ദർ ഹേ. ഈ ഗ്രാമം വളരെ സുന്ദരമാണ്. ഈസ് ഗാവുമേ ഏക്ക് കുവാ ഹേ. ഈ ഗ്രാമത്തിലൊരു കിണറുണ്ട്. അപ്പോൾ 2 സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് 2 മുതൽ ലാസ്റ്റത്തെ ആക്ടിവിറ്റി 6ാമത്തെ ആക്ടിവിറ്റി വരെയിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി സ്കിപ്പ് ചെയ്യാം, കാരണം ഇത് സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതണം അല്ലേ. അപ്പോൾ ഉണ്ടാക്കി എഴുതാൻ അറിയണവർക്ക് ഉണ്ടാക്കി എഴുതാം, അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തോളൂ. ഇവിടെ ഞാനിതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കാം. इस चित्र में एक गाँव का दृश्य दिखाया गया है. चित्र में हरे भरे पेड़ है. ചിത്രത്തിൽ നല്ല പച്ചപ്പുള്ള മരമുണ്ട്. ഗർ ഹേ വീടുണ്ട്. और एक कुआं दिखाई दे रहा है. ഒരു കിണറുണ്ട്. गाँव के लोग कुएं से पानी भरते हुए नजर आ रहे हैं. അവിടെയുള്ള ഗ്രാമത്തിലെ ആളുകൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ട്. പിന്നെ കുച്ച് ലോഗ് കുവം കെ പാസ് ഗഡേ ഹേ. കുറച്ച് ആളുകൾ കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. और एक व्यक्ति बाल्टी से पानी निकाल रहा है. ഒരു വ്യക്തി കിണറ്റിൽ നിന്ന് ബക്കറ്റ് കൊണ്ട് വെള്ളം കോരുന്നുണ്ട്. യഹ് ഗാവ് ബഹുത്ത് സുന്ദർ और പ്രാകൃതിക ലഗത്താ ഹേ. ഈ ഒരു ഗ്രാമം വളരെ സുന്ദരവും പ്രകൃതി ഉള്ളതുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത ആക്ടിവിറ്റി നോക്കുകയാണ്. അടുത്ത ആക്ടിവിറ്റി ഇതൊരു പസിലാണ്. ഇത് സിമ്പിളാണ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു പഴമുണ്ട്, ഒരു ആടുണ്ട്. ഇതൊക്കെ താഴേക്കുള്ള ഏരോ കൊടുത്ത എന്താണ്? നീച്ചേക്ക് ഓർ താഴേക്കാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ വലത്തോട്ടുള്ളത് ഒരു മരം, പിന്നെ നമ്മുടെ ബഗുല കൊറ്റിയുണ്ട്, ഒരു ആനയുണ്ട്. ഇതൊക്കെ വലത്തേ സൈഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതൊരു ബോക്സിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? കേല, ബക്കരി, പേട്, ബഗുല, ഹാത്തി. സിമ്പിളായില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു കോളത്തിലേക്കാണ് എടുത്തെഴുതുക. അപ്പോൾ പേട്, കേല, ബഗുല, ബക്കരി,
പിന്നെന്താ ഹാത്തി. ഇത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക്. അപ്പോൾ ലാസ്റ്റത്തെ ആക്ടിവിറ്റി ഈസിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിയാണ്. നമ്മൾ 6 ആക്ടിവിറ്റിയാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് എഴുതണം. 2 മുതൽ 6 വരെയുള്ളതിൽ ഒരെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഓണപ്പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതുക. 25ൽ 25 മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. മാർക്ക് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. മാർക്ക് ഫുള്ള് കിട്ടിയെന്നും നിങ്ങളുടെ മാർക്കൊക്കെ കമൻറ്റിൽ ഇടണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.